The golden number 6 in pediatric dentistry. ഞാൻ ഡോക്ടർ ആമിന, പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ്, യെസ്മിയോ ഡെൻ്റൽ ക്ലിനിക്, കൊച്ചി. ഇന്ന് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് നമ്പർ 6 ഇൻ പീഡിയാട്രിക് ഡെൻറ്റിസ്ട്രി. ഒരു മദർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം 6th to 7th വീക്കിലാണ് ഫസ്റ്റ് പ്രൈമറി പല്ലിൻ്റെ ഫോർമേഷൻ ബിഗിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കാൽഷ്യം, വൈറ്റമിൻ ഡി എന്നീ ന്യൂട്രീഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ മൾട്ടി വൈറ്റമിൻസ് എടുക്കുക, പ്രോപ്പർ ഫുഡും പ്രോപ്പർ റെസ്റ്റും സ്ലീപ്പും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ പാൽപ്പല്ല് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ദ സെക്കൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓഫ് നമ്പർ 6 എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി 6 മാസം ആയാൽ ആ സമയം തൊട്ട് നമുക്ക് പ്രൈമറി പല്ലുകൾ ജോല് എറപ്റ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് പ്രൈമറി പല്ലുകളെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കാം. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, മോണകൾ നല്ല വൃത്തിയായി സൂക്ഷിക്കുക. അതായത് ഓരോ ബ്രസ്റ്റ് ഫീഡിന് ശേഷവും മോണകൾ വൃത്തിയായി വെക്കുക. ഓരോ സമയം കുട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും മോണകൾ വൃത്തിയായി വെക്കുക എന്നുള്ളതാണ്. ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓഫ് നമ്പർ 6 എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി 6 വയസ്സാവുമ്പോഴാണ് പെർമനൻറ്റ് പല്ലുകൾ ജോല് എറപ്റ്റ് ചെയ്ത് തുടങ്ങുക. 6 years തൊട്ട് നമുക്ക് പെർമനൻറ്റ് പല്ലിനെ പ്രതീക്ഷിച്ച് ഇരിക്കാം. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രഷിങ്, പിന്നെ ഓറൽ ക്യാവിറ്റി ഭയങ്കര വൃത്തിയായി സൂക്ഷിക്കുക, ബ്രഷിങ് റിൻസിങ് ഒക്കെ പ്രോപ്പറായി ചെയ്യുക. ന്യൂട്രീഷനും ഈ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഓഫ് നമ്പർ 6 എന്താണെന്ന് വെച്ചാൽ, 6 to 7 years ആകുമ്പം ഒരു കുട്ടിക്ക് ഒരു പ്രോപ്പർ ഓർത്തോഡോണ്ടിക് കൺസൾട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വല്ല ഹാബിറ്റ്സോ, ഫോർ എക്സാമ്പിൾ മൗത്ത് ബ്രീത്തിങ്ങോ അല്ലെങ്കിൽ ടങ് ത്രസ്റ്റിങ്ങോ അല്ലെങ്കിൽ തം സക്കിങ്ങോ, ഇങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ, ഇൻ്റർവീൻ ചെയ്യാൻ പറ്റിയാൽ അത് കുട്ടിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും കുട്ടിയുടെ ജോ ഗ്രോത്തിന് വേണ്ടി. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ പല്ലുകൾ കറക്റ്റ് സ്ഥാനത്താണോ വരുന്നത് അല്ലെങ്കിൽ വല്ല അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ സമയത്ത് കൺസൾട്ടേഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, പല്ലിന് വരാൻ പ്രോപ്പർ സ്ഥലം ഉണ്ടോ, അതോ നമ്മൾ ഇനി ജോ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഈ ഒരു ടൈമിൽ ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്താൽ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ അലൈൻമെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രയും നേരത്തെ തന്നെ നമുക്ക് അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു സമയത്ത് ഏകദേശം നമുക്ക് പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാജിക് നമ്പർ 6 ഇൻ പീഡിയാട്രിക് ഡെൻറ്റിസ്ട്രി.